ഇനി റഫ്താലിയയുടെ ബാക്ക് സ്റ്റോറി. 10 വയസ്സ് വരെ തന്റെ മാതാപിതാക്കൾക്കൊപ്പം റഫ്താലിയ വെള്ളമാർക്കിന് വെളിയിലുള്ള ഒരു തീരദേശ ഹിഡൻ വില്ലേജിലാണ് റഫ്താലിയ ജീവിച്ചിരുന്നത്. റഫ്താലിയ ജനിച്ച സ്ഥലം ആണ് റോക്ക് വാലി എന്ന് പിന്നീട് അറിയപ്പെടുന്നത്. 1-ാം തലത്തോടു കൂടിയാണ് റഫ്താലിയയ്ക്ക് തന്റെ മാതാപിതാക്കളെ നഷ്ടപ്പെടുന്നത്. തങ്ങളെ സീർബ്രസ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് റഫ്താലിയയുടെ മാതാപിതാക്കൾ റഫ്താലിയെ ഒരു ക്ലിഫിന്റെ മണ്ടയിൽ നിന്ന് താഴേക്ക് എടുത്ത് എറിയുകയാണ് ചെയ്തത്. എറിയുന്ന സമയത്ത് റഫ്താലിയെ കാണുന്നത് തന്റെ മാതാപിതാക്കളെ ഈ സീർബ്രസ് ജീവനോടെ ഭക്ഷിക്കുന്നതാണ്. ഈ വീഴ്ചയിൽ നിന്നും രക്ഷപ്പെടുന്ന റഫ്താലിയെ തിരിച്ചു വന്ന ഗ്രാമത്തിൽ മുഴുവൻ തന്റെ മാതാപിതാക്കളെ എറിഞ്ഞു നടന്നെങ്കിലും അതൊന്നും ഫലം കൊണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റഫ്താലിയെ അടിമക്കച്ചവടക്കാർ പിടിച്ചുകൊണ്ടുപോകുന്നത്. അതിനുശേഷം പിന്നെ പല ആൾക്കാരും വന്ന് റഫ്താലിയെ വാങ്ങുകയും കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും വിൽക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ റഫ്താലിയ ഒടുവിൽ ഒരു അടിമ വ്യാപാരിയുടെ തമ്പിലെത്തിപ്പെടുകയും ചെയ്യുന്നു. അപ്പോഴേക്കും റഫ്താലിയ വളരെയധികം ആവശ്യമായിരുന്നു. കുറേ രോഗങ്ങൾ റഫ്താലിയയ്ക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ മുമ്പ് റഫ്താലിയെ വാങ്ങിച്ചിരുന്ന ആൾക്കാരെ റഫ്താലിയെ ഒരു അടിമയോ അതുപോലെ തന്നെ ഒരു ഡമ്മി ഹ്യൂമനോ ആയതുകൊണ്ട് ഒരു ശ്രദ്ധയും കൊടുക്കാതെ റഫ്താലിയെ നോക്കിയതിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ റഫ്താലിയെ ഈ അടിമ വ്യാപാരി തലസ്ഥാന നഗരിയിൽ വിൽപ്പനയ്ക്ക് വെക്കുന്നു. പിന്നീടാണ് നവഭൂമി വന്ന് റഫ്താലിയെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ആദ്യമൊക്കെ റഫ്താലിയയ്ക്ക് നവഭൂമിയെ പേടിയായിരുന്നു. കാരണം മുമ്പ് റഫ്താലിയുടെ ജീവിതത്തിൽ മാറുന്ന യജമാനന്മാരെ റഫ്താലിയോട് കാണിച്ചതും അതുപോലെ തന്നെ നവഭൂമിയുടെ ആദ്യകാലത്തെ ആ പരുക്കൻ സ്വഭാവം കാരണമാണ്. പിന്നീട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ റഫ്താലിയെ വളരെയധികം ചേഞ്ചസ് സംഭവിക്കുകയും നവഭൂമിയുടെ ജീവിതത്തിൽ ഒരു പ്രധാന വ്യക്തിയായിട്ട് റഫ്താലിയെ മാറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. അവർ തമ്മിൽ വളരെ ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉടലെടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്നത് 1-2 പോയിന്റ്സ് എന്ന് പറയുന്നത് സ്പോയിലിംഗ് ആണ്. അപ്പം സ്പോയിലർ അലർട്ട്. കഥയിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നവഭൂമിയുടെ ടീം ഉൾപ്പെട്ട ഈ കാർഡിനൽ ഹീറോസ് അല്ലാതെ 7 സ്റ്റാർ ഹീറോസ് എന്ന് പറയുന്ന അവരുടെ ലോകത്ത് തന്നെ ഉള്ള 7 ഹീറോസ് ഉണ്ട്. അപ്പം ഇവർക്കെന്ന് പറയുന്ന 7 വെപ്പൺസ് ആണുള്ളത്. അപ്പം ഈ വെപ്പൺസ് കയ്യിൽ ആക്കുന്ന ആൾക്കാരാണ് 7 സ്റ്റാർ ഹീറോസ് എന്ന് അറിയപ്പെടുന്നത്. ഇതിൽ റഫ്താലിയ 7 സ്റ്റാർ ഹീറോ ആകുന്നു എന്നുള്ള ഒരു സൂചനയുണ്ട്. അതുപോലെ തന്നെ ഒരു 7 സ്റ്റാർ ഹാമർ റഫ്താലിയയ്ക്ക് കിട്ടുന്നു. പിന്നെ അതുപോലെ വാസൽ കെട്ടാന എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ബ്ലേഡ് റഫ്താലിയയ്ക്ക് കിട്ടുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു മുത്തശ്ശി തെങ്കൻ മൂസു എന്ന് പറയുന്ന ഒരു ഫൈറ്റിംഗ് ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലോകത്ത് ഈ ഫൈറ്റിംഗ് ടെക്നിക്ക് ഇപ്പോൾ അറിയുന്നത് ആ മുത്തശ്ശിക്ക് മാത്രമേ ഉള്ളൂ. അവർ മുമ്പ് കരുതിയിരുന്നത് ഇതൊരിക്കലും പെർഫെക്റ്റ് ആയിട്ട് ആരും ചെയ്തിരുന്നില്ല. അപ്പോൾ ഇനി ആരും ചെയ്യത്തില്ല. അപ്പോൾ അവർ ഇത് മരിക്കുന്നിടത്തോളം ഇവരാർക്കും പറഞ്ഞു കൊടുക്കത്തില്ലെന്ന് വെച്ചിരുന്നായിരുന്നു. എന്നാൽ നവഭൂമിയെ കണ്ടതിന് ശേഷം റഫ്താലിയയ്ക്ക് ഈ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്നതോടുകൂടി ഈ കാർഡിനൽ ഹീറോസിന്റെ സഹായമില്ലാതെ തന്നെ ഈ ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് വേവ്സിനെ നേരിടാനായിട്ട് കഴിയുന്നതാണ്. കൂടുതൽ അനിമേ വിശേഷങ്ങൾക്കായി മല്ലു അനിമേ ടോക്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.